അച്ഛനോ? എങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പറയാം. ഇത്രയും പൊള്ളല് പറ്റിയത് ഇപ്പൊ പറയാം. മോനെ ഞാൻ വന്നപ്പോ കണ്ട കാര്യം ഇതാ. ഞാൻ ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച അല്ലല്ല, ഞായറാഴ്ച കൊണ്ടുവന്നു. ഇവിടെ അഡ്മിറ്റ് ആക്കിയില്ല. ഇവിടെ ഇല്ല, ഇന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്ന് കൊണ്ടുവരാം. അങ്ങനെ ഇപ്പൊ കൊണ്ടുവന്നിയാ. കഞ്ഞിവെള്ളം ഗ്യാസിനകത്ത് അരി ഒരു ഗ്ലാസ് അരിയിട്ട് തിളച്ച കഞ്ഞി കലവും വെള്ളം കൂടെ എടുത്ത് ഒഴിച്ചെന്നാ പറഞ്ഞത്. അവൻ തന്നെ, കൊച്ചു തന്നെ ഒഴിച്ചെന്നാ പറഞ്ഞത്. അല്ലാതെ എനിക്കറിയത്തില്ല. ഏതച്ഛനാ? കൊല്ലത്ത് കുറച്ച് സമയം മുമ്പ് നടന്ന ഒരു ഇൻസിഡൻ്റാണിത്. ഒരു കൊച്ചുകുട്ടിയെ ദേഹാസകലം പൊള്ളിയ നിലയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ്. ആ കുട്ടി പറയുന്നത് പപ്പ പൊള്ളിച്ചതാണെന്നാണ് പറയുന്നത്. പപ്പ ദേഹത്ത് മൊത്തം പൊള്ളിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സ്ത്രീ, ഇത് കുട്ടിയുടെ ആരാന്ന് എനിക്കറിയത്തില്ല, അവർ പറയുന്നത് പറഞ്ഞാൽ കുട്ടി തിളച്ച കഞ്ഞി ദേഹത്തോട് ഒഴിച്ചെന്ന്. എന്നെ ആ കൊച്ചിന് തലയ്ക്ക് വല്ല വട്ടാണോ ഇങ്ങനെ ഇത് തിളച്ച കഞ്ഞി ദേഹത്തോട് ഒഴിക്കാൻ? ഇതിനെതിരെ കൃത്യമായൊരു അന്വേഷണം വേണം. നമ്മൾ കണ്ടതാണ് 2-3 ദിവസം മുമ്പ് അർഷി എന്ന് പറഞ്ഞ കുഞ്ഞു കുട്ടിക്ക് ഉണ്ടായ അവസ്ഥ. അതിന് സംസാരിക്കാനോ പറയാനോ പറ്റാത്ത കാരണം അത് ക്രൂരമായ പീഡനമേറ്റ് വാങ്ങി. പക്ഷേ ഈ കുഞ്ഞ് പറയുന്നുണ്ടോ അച്ഛനാ പൊള്ളിച്ചെന്ന്. അവർ പറയുന്നു അച്ഛൻ പട്ടാമ്പിയിൽ അവിടെ കണ്ട് പോയിരിക്കുമെന്ന്. പക്ഷേ ഇതിനെതിരെ അന്വേഷണം വേണം. ആ കുട്ടിയുടെ അച്ഛനാ പൊള്ളിച്ചതെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കണം. പിന്നെ ഈ പറയുന്ന സ്ത്രീ, അവർ സത്യമാണോ കള്ളമാണോ പറയുന്നത് അന്വേഷിച്ചിട്ട് അവരെ ചേർത്ത് നിയമ നടപടി സ്വീകരിക്കണം. ഇനിയും മറ്റേ അർഷിദിനുണ്ടായ ഒരു അനുഭവം വേറൊരു കുഞ്ഞിന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൂടാ. കാരണം ആ കുട്ടി വ്യക്തമായി പറയുന്നുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാം, അച്ഛനാണ് പൊള്ളിച്ചതെന്ന്. പക്ഷേ അതിനെ ഭീഷണിപ്പെടുത്തി പറയുന്നുണ്ട് തിളച്ച കഞ്ഞി അത് തന്നെ ദേഹത്തൊഴിച്ചാണ്. തിളച്ച കഞ്ഞി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കഞ്ഞിവെള്ളം വീണ് കഴിഞ്ഞാൽ പൊള്ളുന്നത് അങ്ങനല്ലായിരിക്കും. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. ഇതിനെതിരെ ശക്തമായ അന്വേഷണം വേണം. കുറ്റക്കാരെ ഇനി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുഞ്ഞു കുട്ടികൾ ശിക്ഷ ഇങ്ങനെ മരണപ്പെടാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഇവർക്ക് വേണ്ടെങ്കിൽ ആ കുട്ടിയെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിൽ ഏൽപ്പിക്കുക. ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ നമ്മൾ സമ്മതിച്ചുകൂടാ. ഓക്കെ.